നമസ്കാരം, മിഡിൽ ഈസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ബ്ലൂ വിസയ്ക്കായി അപേക്ഷ ക്ഷണിച്ച UAE. വിസ, പ്രകൃതി സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിരത എന്നീ മേഖലകളിൽ സംഭാവനകൾ നൽകിയവർക്ക്. CSR ഫണ്ട് തട്ടിപ്പ് കേസിൽ സംസ്ഥാന വ്യാപകമായി പരാതി പ്രളയം. മുഖ്യപ്രതി അനന്തകൃഷ്ണൻ 500 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പ്രാഥമിക വിവരം. കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് 7ാം പ്രതി. ലാലിയെ പ്രതിയാക്കിയത് സന്നദ്ധ സംഘടനയുടെ നിയമ ഉപദേഷ്ടാവായതിനാൽ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. സ്വകാര്യ സർവകലാശാല ബില്ലിൽ ആശങ്ക അറിയിച്ച് CPI. കൂടുതൽ പഠനം വേണമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു. കൂടുതൽ ചർച്ചയ്ക്കായി ബിൽ മാറ്റിവെച്ചു. കിഫ്ബി ടോൾ പിരിവിൽ LDF-ൽ ഭിന്നതയില്ലെന്ന് TP രാമകൃഷ്ണൻ. കിഫ്ബിയുടെ പാപഭാരം ജനങ്ങളുടെ തലയിൽ കെട്ടിവെക്കേണ്ടെന്ന് VD സതീശൻ. പത്തനംതിട്ട മർദ്ദനത്തിൽ നടപടി. SI S ജിനുവിനെയും ഒരു പോലീസുകാരനെയും സസ്പെൻഡ് ചെയ്തു. നടപടി പോലീസിന് ഗുരുതര വീഴ്ച പറ്റിയെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടിനെ തുടർന്ന്. ഡൽഹിയിൽ BJP എന്ന എക്സിറ്റ് പോൾ ഫലങ്ങൾ. ആം ആദ്മി 2ാമത്. കോൺഗ്രസ് നേട്ടമുണ്ടാക്കില്ലെന്നും പ്രവചനം. വോട്ടെണ്ണൽ ശനിയാഴ്ച. വാർത്തകൾ വിശദമായി നോക്കിയാൽ UAE അനുവദിക്കുന്ന 10 വർഷത്തെ കാലാവധിയുള്ള ബ്ലൂ വിസയ്ക്കായി ഇപ്പോൾ അപേക്ഷിക്കാം. ഫെഡറൽ അതോറിറ്റി ഓഫ് ഐഡന്റിറ്റി, സിറ്റിസൺഷിപ്പ്, കസ്റ്റംസ് ആൻഡ് പോർട്ട് സെക്യൂരിറ്റിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. പ്രകൃതി സംരക്ഷണം, കാലാവസ്ഥാ വ്യതിയാനം, സുസ്ഥിരത എന്നീ മേഖലകളിൽ സംഭാവനകൾ നൽകിയവർക്കാണ് UAE ബ്ലൂ വിസ അനുവദിക്കുന്നത്. ഈ മേഖലകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനത്തിന്റെയും അംഗീകാരങ്ങളുടെയും വിശദാംശങ്ങളും വിസ അപേക്ഷയോടൊപ്പം നൽകണം. കുവൈറ്റ് പൗരത്വം വ്യാജമായി ചമച്ചതിന് സൗദി പൗരന് 7 വർഷം തടവ്. കൗൺസിലർ അബ്ദുള്ള ജാസിം അൽ അബ്ദുള്ളയുടെ നേതൃത്വത്തിലുള്ള കാസേഷൻ കോടതിയാണ് 7 വർഷം തടവിന് ശിക്ഷിച്ചത്. 1995 മുതൽ കാണാതായ കുവൈറ്റി പൗരന്റെ മകനായി ആൾമാറാട്ടം നടത്തിയെന്ന കേസിൽ നീതിന്യായ മന്ത്രാലയത്തിൽ കറസ്പോണ്ടന്റായി ജോലി ചെയ്യുന്ന ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി. നീതിന്യായ മന്ത്രാലയത്തിൽ നിന്നുള്ള ശമ്പളമായി 62,000 ദിനാർ, ക്രെഡിറ്റ് ബാങ്കിൽ നിന്ന് 5,750 ദിനാർ, പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിൽ നിന്ന് 20,000 ദിനാർ, 17,000 ദിനാർ എന്നിവയുൾപ്പെടെ 4,98,000 കുവൈറ്റി ദിനാർ ആനുകൂല്യങ്ങളായി ഇയാൾ നിയമവിരുദ്ധമായി നേടിയിട്ടുണ്ട്. കുവൈറ്റിൽ നാളെ രാവിലെ വരെ മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗതയിൽ വീശുന്ന തെക്കുകിഴക്കൻ കാറ്റ് ബാധിക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് ഡയറക്ടർ ധരാർ അൽ അലി. ഇത് ചില പ്രദേശങ്ങളിൽ, പ്രത്യേകിച്ച് തുറന്ന പ്രദേശങ്ങളിൽ പൊടിപടലങ്ങൾക്ക് കാരണമാകും. പൊടിപടലങ്ങൾ ഉയരുന്ന കാറ്റ് കാഴ്ച മറയ്ക്കുകയും തിരമാലകൾ 7 അടിയിൽ കൂടുതൽ ഉയരുന്നതിനും കാരണമാകുമെന്നും നാളെ ഇടയ്ക്ക് മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നും അൽ അലി പറഞ്ഞു. ഡോളറിനെതിരെ ഏറ്റവും ശക്തമായ കറൻസികളിൽ ഒന്നാണ് കുവൈറ്റി ദിനാറെങ്കിലും ദിനാറിന്റെ യഥാർത്ഥ മൂല്യം നിലവിലെ മൂല്യത്തെക്കാൾ ഏകദേശം 21.5% അധികമാണെന്ന് റിപ്പോർട്ട്. ദ എക്കണോമിസ്റ്റ് പുറത്തിറക്കിയ ബിഗ് മാക് ഇൻഡെക്സിലാണ് ഇക്കാര്യം പരാമർശിക്കുന്നത്. ഡോളറിനെതിരെ മൂല്യത്തിൽ കരുത്തുള്ള രാജ്യങ്ങളാണ് ഗൾഫ് രാഷ്ട്രങ്ങൾ. എന്നാൽ ഈ രാജ്യങ്ങളിലെ കറൻസികളുടെ മൂല്യം അവയുടെ നിലവിലെ മൂല്യത്തെക്കാൾ കൂടുതലാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. UAE ദിർഹത്തിന് നിലവിൽ കണക്കാക്കിയിട്ടുള്ള മൂല്യത്തെക്കാൾ ഏകദേശം 15.4% കൂടുതലാണ് യഥാർത്ഥ മൂല്യം. സൗദി റിയാലിന് യഥാർത്ഥത്തിൽ നിലവിലെ മൂല്യത്തെക്കാൾ 12.5% കൂടുതലുണ്ട്. നിലവിൽ ഒരു കുവൈറ്റി ദിനാർ ലഭിക്കണമെങ്കിൽ $3.1 നൽകണം. സമാധാന പാലനവുമായി ബന്ധപ്പെട്ട് ലോകമെമ്പാടുമുള്ള 3000-ഓളം പേർ പങ്കെടുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ഉച്ചകോടിക്ക് ദുബായ് ആതിഥേയത്വം വഹിക്കുന്നു. വൺ പ്ലാനറ്റ്, വൺ വോയിസ്, ഗ്ലോബൽ ജസ്റ്റിസ്, ലവ് ആൻഡ് പീസ് എന്ന പ്രമേയത്തിൽ ഏപ്രിൽ 12-13 തീയതികളിൽ ദുബായ് എക്സ്പോ സിറ്റിയിലെ എക്സിബിഷൻ സെന്ററിലാണ് നടക്കുക. ഉച്ചകോടിയുടെ വിശദാംശങ്ങൾ ഐ ആം പീസ് കീപ്പർ പ്രസ്ഥാനത്തിന്റെ ചെയർമാൻ ഡോക്ടർ ഹുസൈഫ ഖൊറക്കിവാല ദുബായ് താജ് ഹോട്ടലിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. 10 നൊബേൽ സമ്മാന ജേതാക്കൾ, ആഗോള ചിന്തകർ, നയരൂപകർത്താക്കൾ, സംരംഭകർ, സാംസ്കാരിക വ്യക്തിത്വങ്ങൾ, സ്പോർട്സ് ചാമ്പ്യന്മാർ എന്നിവരുൾപ്പെടെ 72 പ്രമുഖർ പ്രഭാഷകരായി പങ്കെടുക്കും.
ദുബായ് ഗ്ലോബൽ വില്ലേജിൽ എത്തുന്ന സന്ദർശകർക്ക് വിവിധ വിസ സേവനങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ പരിചയപ്പെടുത്താൻ ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ആരംഭിച്ച വി ആർ ഹിയർ ഫോർ യു എന്ന ബോധവൽക്കരണ ക്യാമ്പയിന് മികച്ച സ്വീകാര്യത. പ്രചരണ പരിപാടിയുടെ ഭാഗമായി സജ്ജമാക്കിയ പ്രത്യേക പവലിയനിൽ ദിവസേന 100 കണക്കിന് സന്ദർശകരാണ് എത്തുന്നത്. GDRFA ഉന്നത ഉദ്യോഗസ്ഥർ പവലിയൻ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ദുബായിലെ വിസ നടപടികളും മറ്റ് സേവനങ്ങളും സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്നതിനായാണ് ക്യാമ്പ് ആരംഭിച്ചത്. എൻട്രി പെർമിറ്റുകൾ, ഗോൾഡൻ വിസ, ഐഡന്റിറ്റി, പൗരത്വ സേവനങ്ങൾ, GCC രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകർക്കുള്ള പ്രത്യേക പെർമിറ്റുകൾ തുടങ്ങിയവയുടെ വിശദാംശങ്ങൾ ഇവിടെ നിന്ന് നേരിട്ട് അറിയാനാകും. ലോകപ്രശസ്ത ഇന്ത്യൻ സംഗീത സംവിധായകൻ AR റഹ്മാൻ നയിക്കുന്ന സംഗീത നിശ സൗദിയിൽ അരങ്ങേറും. സൗദിയുടെ തലസ്ഥാന നഗരിയായ റിയാദിലെ ദീറ പാർക്കിലാണ് ഈ മാസം 21-ന് പരിപാടി നടക്കുക. 30,000-ത്തിലധികം പേർ പങ്കെടുക്കുന്ന AR റഹ്മാൻ ഷോ പരിപാടിയിൽ കേരളത്തിൽ നിന്നുള്ള പ്രമുഖ സിനിമാ നടന്റെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് വിഷ്വലൈസ് ഇവന്റ്സ് ചെയർമാൻ വേലു റിയാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 6 മണിക്കാണ് ഷോ ആരംഭിക്കുക. രാത്രി 12 മണിക്ക് അവസാനിക്കും. 6 വയസ്സിന് താഴെ പ്രായമുള്ളവർക്ക് സൗജന്യ പ്രവേശനം അനുവദിക്കും. മറ്റു വാർത്തകൾ നോക്കിയാൽ CSR ഫണ്ട് തട്ടിപ്പ് കേസിൽ സംസ്ഥാന വ്യാപകമായി പരാതി പ്രളയം. മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ 500 കോടിയുടെ തട്ടിപ്പ് നടത്തിയെന്ന് പ്രാഥമിക വിവരം. സംസ്ഥാനത്തുടനീളം നിരവധി പേരാണ് തട്ടിപ്പിന് ഇരയായത്. തട്ടിപ്പ് പുറത്തായതോടെ ഒട്ടേറെ പരാതികളാണ് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ അനന്തു കൃഷ്ണനെതിരെ എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് നടന്ന ഏറ്റവും വലിയ തട്ടിപ്പുകളിൽ ഒന്നായി മാറുകയാണ് CSR ഫണ്ടിന്റെ പേരിൽ നടന്ന തട്ടിപ്പ്. തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണനാണ് സന്നദ്ധ കൂട്ടായ്മ രൂപീകരിച്ച് പദ്ധതിയുമായി രംഗത്തെത്തിയത്. പ്രാദേശിക തലത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ വഴിയായിരുന്നു അനന്തു കൃഷ്ണൻ പണസമാഹരണം നടത്തിയത്. സംസ്ഥാനത്തെമ്പാടും 62 സീഡ് സൊസൈറ്റികൾ രൂപീകരിച്ചിരുന്നു. സ്ത്രീകളുടെ സ്വാശ്രയ ഗ്രൂപ്പുകളാണ് ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിച്ച സീഡ് സൊസൈറ്റികൾ. തയ്യൽ മെഷീൻ, ലാപ്ടോപ്പ് എന്നിവയും വാഗ്ദാനം ചെയ്തിരുന്നു. ഇതിൽ ആദ്യം ചിലർക്ക് ലഭിച്ചിരുന്നു. വുമൻ ഓൺ വീൽസ് എന്ന പദ്ധതിയുടെ പേരിലായിരുന്നു ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടന്നത്. അതുകൊണ്ട് തട്ടിപ്പിൽ ഏറെയും വീണത് സ്ത്രീകളാണ്. നടക്കാവ് പോലീസ് സ്റ്റേഷനിൽ 98 സ്ത്രീകളാണ് പരാതിയുമായി എത്തിയത്. പണമടച്ച് 45 ദിവസത്തിനുള്ളിൽ വാഹനം ലഭ്യമാകുമെന്നും ഇയാൾ വാഗ്ദാനം നൽകിയിരുന്നു. ഈ വാഗ്ദാനത്തിൽ വീണവർ അനന്തു കൃഷ്ണന് വിവിധ ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് പണം കൈമാറിയത്. ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, കണ്ണൂർ, കോഴിക്കോട് ജില്ലക്കാരാണ് തട്ടിപ്പിന് ഇരയായവരിൽ കൂടുതലും. ഇടുക്കിയിൽ മാത്രം 100ഓളം പേർക്ക് പണം നഷ്ടമായെന്നാണ് വിലയിരുത്തൽ. മൂവാറ്റുപുഴയിൽ നിന്ന് മാത്രം തട്ടിയെടുത്തത് 9 കോടി രൂപയാണ്. പറവൂരിൽ മാത്രം 1000-ലധികം പേർ തട്ടിപ്പിനിരയായിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴ, പോത്താനിക്കാട്, കോതമംഗലം പോലീസ് സ്റ്റേഷനുകളിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ മാത്രം 2000-ലേറെ വനിതകൾ പോലീസിൽ പരാതി നൽകി. കോഴിക്കോട് നടക്കാവ് സ്റ്റേഷനിലും കേസുണ്ട്. 98 സ്ത്രീകളാണ് തട്ടിപ്പിനിരയായത്. സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് 72,58,300 രൂപ കൈപ്പറ്റിയെന്നാണ് പരാതി. സംസ്ഥാനത്താകെ നടന്ന തട്ടിപ്പിന്റെ വ്യാപ്തി 1000 കോടിയോളം വരുമെന്നാണ് പോലീസിന്റെ നിഗമനം. തട്ടിപ്പ് പണം ഉപയോഗിച്ച് ഇടുക്കി, കർണാടക എന്നിവിടങ്ങളിൽ സ്ഥലം വാങ്ങിയ സ്ഥലങ്ങൾ പോലീസ് കണ്ടെത്തി. സത്യഭായി ട്രസ്റ്റിന്റെ പേരിലടക്കം ഭൂമി വാങ്ങിയെന്നും സൂചനയുണ്ട്. കൊച്ചി ഈയാട്ടുമുക്കിലെ ബാങ്ക് ശാഖയിലാണ് പ്രതി തട്ടിപ്പ് പണം നിക്ഷേപിക്കാൻ അക്കൗണ്ട് തുറന്നിരുന്നത്. കടലാസ് കമ്പനികളുടെ മറവിലെടുത്ത അക്കൗണ്ടുകളിലൂടെയായിരുന്നു പണമിടപാടുകൾ. അമൃത ന്യൂസ്, ഇടുക്കി. CSR ഫണ്ട് തട്ടിപ്പ് കേസിലെ പ്രതി തൊടുപുഴ സ്വദേശി അനന്തു കൃഷ്ണൻ നേരത്തെയും സാമ്പത്തിക തിരിമറി നടത്തിയതിന് കൂടുതൽ തെളിവുകൾ. BJP സംസ്ഥാന സമിതി അംഗം ഗീതാകുമാരിയിൽ നിന്ന് 25 ലക്ഷം രൂപ വാങ്ങി വർഷങ്ങളായിട്ടും തിരികെ നൽകിയില്ല എന്ന് പരാതി. ഇടുക്കി ജില്ലയിൽ മാത്രം 500ഓളം പരാതികളാണ് അനന്തുവിനെതിരെ ഉള്ളത്. CSR ഫണ്ട് തട്ടിപ്പിൽ പ്രതിയായ തൊടുപുഴ സ്വദേശി അനന്തുകൃഷ്ണനെതിരെ ഇടുക്കിയിൽ നിന്ന് പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. ഇടുക്കിയിൽ രജിസ്റ്റർ ചെയ്ത 3 കേസുകളിലായി 9.5 കോടിയുടെ തട്ടിപ്പാണ് ഇയാൾ നടത്തിയിരിക്കുന്നത്. കരിമണ്ണൂർ, തൊടുപുഴ, നെടുങ്കണ്ടം എന്നിവിടങ്ങളിൽ കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ 100 കണക്കിന് പരാതികളാണ് ഇയാൾക്കെതിരെയുള്ളത്. തട്ടിപ്പ് നടത്തിയ പണം അനന്തു ആർഭാട ജീവിതത്തിന് ഉപയോഗിക്കുകയായിരുന്നു. വിവിധയിടങ്ങളിൽ സ്ഥലങ്ങളും ഇയാൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. പരാതികളിൽ കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്യും. BJP നേതാവ് ഗീതാകുമാരിയിൽ നിന്ന് 2017-ലാണ് അനന്ത് 25 ലക്ഷം രൂപ വാങ്ങിയത്. തൊടുപുഴയ്ക്കടുത്ത് കോളപ്രയിൽ ഇയാൾ ഓഫീസ് തുറന്നിരുന്നു.
ഈ ഓഫീസ് ദിവസങ്ങളായി അടഞ്ഞുകിടക്കുകയാണ്. ഓഫീസിന് സമീപമുള്ള പലരും ഇയാളുടെ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട്. ഇതിന്റെ അറിഞ്ഞ അപേക്ഷ വെച്ചത് പ്രകാരം എന്റെ മോളുടെയും കൂടി തന്നെ 1 ലക്ഷം രൂപ പോയി. പിന്നെ എന്റെ കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും കൂടി ആയിട്ട് ഒരു 6 ലക്ഷം രൂപ പോയിട്ടുണ്ട്. എന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ കുറെ പേർക്ക് വണ്ടി കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ഈ താഴെ തന്നെ കടയിലിരിക്കാൻ ചേട്ടനൊക്കെ വണ്ടി കിട്ടിയായിരുന്നു. ഇവിടെ അറിവിലും 3-4 പേർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഇതിലാണ് കൊടുത്തത്. മുൻപ് മണി ചെയിൻ മാതൃകയിൽ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ആളാണ് അനന്തകൃഷ്ണനെന്നും കുറഞ്ഞ കാലയളവിൽ ഉന്നത സാമ്പത്തിക സ്ഥിതിയിലേക്ക് എത്തിയതിൽ സംശയം തോന്നിയിരുന്നുവെന്നും നാട്ടുകാർ പറഞ്ഞു. അമൃത ന്യൂസ്, ഇടുക്കി. CSR ഓഫർ തട്ടിപ്പിൽ അറസ്റ്റിലായ അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചതായി ആലുവ റൂറൽ SP വൈഭവ് സക്സേന. കൂടുതൽ പേർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്നും റൂറൽ SP വ്യക്തമാക്കി. അതേസമയം അനന്തകൃഷ്ണന്റെ ഇടപാടുകളെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് ലാലി വിൻസെന്റ് പ്രതികരിച്ചു. CSR ഓഫർ തട്ടിപ്പിൽ അറസ്റ്റിലായതോടെ അനന്തകൃഷ്ണന്റെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ്. ഏകദേശം 4 കോടിയോളം രൂപയുണ്ടായിരുന്ന അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത്. എറണാകുളം റൂറൽ ജില്ലയിൽ നിന്ന് മാത്രം 10ഓളം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. മൂവാറ്റുപുഴ DYSPയുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചാണ് അന്വേഷണം നടത്തുന്നത്. തട്ടിപ്പിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുകയാണെന്ന് റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. ടോട്ടൽ ഏകദേശം 10 കേസുകളുണ്ട്. എല്ലാ 3162 and 3184 BNS പ്രകാരം രജിസ്റ്റർ ആയിരുന്നു. ഏകദേശം നമ്മളുടെ ഈ 10 കേസുകളിൽ ടോട്ടൽ എമൗണ്ട് അറൌണ്ട് 20 to 25 lakhs ആണ്. പക്ഷേ ബാങ്ക് അക്കൗണ്ടിൽ ഏകദേശം 4-5 കോടി രൂപ ഉണ്ടായിരുന്നു. അതേസമയം അനന്തകൃഷ്ണന്റെ ഇടപാടുകളെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നുവെന്ന് കേസിലെ പ്രതികൂടിയായ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് പ്രതികരിച്ചു. പ്രമീളാദേവിയുടെ പേഴ്സണൽ സ്റ്റാഫാണെന്ന് പറഞ്ഞാണ് തന്റെ അടുത്ത് അനന്തു എത്തിയത്. വലിയ ലക്ഷ്യങ്ങളുള്ള ആളാണ് അനന്തകൃഷ്ണനെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. അവനിൽ നല്ല ഗുണങ്ങളുണ്ടെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം അവനൊരു വിഷൻ ഉണ്ടായിരുന്നു, ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാനുള്ള വിഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവൻ ജയിലിൽ കിടക്കുന്നത് പോലും അവൻ്റെ വിഷൻ്റെയും മിഷൻ്റെയും ത്യാഗമാണ്. പരാതികൾക്ക് പിന്നാലെ BJP നേതാവ് AN രാധാകൃഷ്ണൻ ചെയർമാനായ സൊസൈറ്റി ആളുകളിൽ നിന്ന് പിരിച്ചെടുത്ത അഡ്വാൻസ് തുക തിരികെ നൽകി. ഇടപ്പള്ളിയിലെ ഓഫീസിലെത്തുന്നവർക്ക് 13-ാം തീയതി രേഖപ്പെടുത്തിയ ചെക്കാണ് സൊസൈറ്റി നൽകിയത്. അനന്തകൃഷ്ണന് AN രാധാകൃഷ്ണനുമായി ബന്ധമുണ്ടെന്ന് നേരത്തെ ആരോപണം ഉയർന്നിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. സംസ്ഥാന സർക്കാരിന്റെ ക്രിസ്മസ് നവവത്സര ബമ്പർ ലോട്ടറി ഫലം പ്രഖ്യാപിച്ചു. XD 387132 എന്ന നമ്പറിനാണ് 1-ാം സമ്മാനം. കണ്ണൂരിലെ ഇരിട്ടിയിലാണ് 1-ാം സമ്മാനം ലഭിച്ച ടിക്കറ്റ് വിറ്റത്. അനീഷ് MG എന്ന ഏജന്റാണ് ടിക്കറ്റ് വിറ്റത്. 20 കോടി രൂപയാണ് 1-ാം സമ്മാനം. 2-ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കാണ് നൽകുക. 10 ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും 3 വീതം ആകെ 30 പേർക്കാണ് 3-ാം സമ്മാനം. 4-ാം സമ്മാനമായി 3 ലക്ഷം വീതം ഓരോ പരമ്പരയ്ക്കും 2 വീതം 20 പേർക്കും. 5-ാം സമ്മാനം 2 ലക്ഷം രൂപ വീതം ഓരോ പരമ്പരയ്ക്കും 2 വീതം 20 പേർക്കും നൽകുന്നുണ്ട്. 1-ാം സമ്മാനത്തിന്റെ ലോട്ടറി വിറ്റ ഏജന്റിനും 1 കോടി സമ്മാനത്തുകയുണ്ടാകും. 400 രൂപയാണ് ക്രിസ്മസ് നവവത്സര ബമ്പർ ടിക്കറ്റിന്റെ വില. തിരുവോണം ബമ്പർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബമ്പറാണ് ക്രിസ്മസ് പുതുവത്സര ബമ്പർ. ചക്കരക്കല്ലിൻ്റെ എല്ലാം വിൽപ്പന ചെയ്തത് നമ്മളെ ഇരിട്ടി ബ്രാഞ്ചിൽ ആണ് വിൽപ്പന ചെയ്തത്. 1-ാം സമ്മാനം ബമ്പറിന് 1-ാം സമ്മാനം അടിച്ച് അതിയായ സന്തോഷത്തിലാണ് ഉള്ളത്. സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകാനുള്ള ബിൽ മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വന്നപ്പോൾ ആശങ്കയും എതിർപ്പും അറിയിച്ച് CPI. കൂടുതൽ പഠനവും ചർച്ചയും ഇക്കാര്യത്തിൽ ആവശ്യമെന്ന് കൃഷിമന്ത്രി P. പ്രസാദ് ചൂണ്ടിക്കാട്ടി. CPI നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് P. പ്രസാദ് ആശങ്ക മന്ത്രിസഭാ യോഗത്തെ അറിയിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി യോഗത്തിൽ പങ്കെടുക്കാത്തത് അതുകൂടി കണക്കിലെടുത്ത് ബിൽ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. അതേസമയം വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിന് മുൻപ് CPM TP ശ്രീനിവാസനോട് മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. സ്വകാര്യ സർവകലാശാലകളെ എതിർത്തിരുന്ന CPM ഇപ്പോൾ നയത്തിൽ മാറ്റം വരുത്തി പച്ചക്കൊടി വീശുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നിക്ഷേപം മുന്നിൽ കണ്ടാണ് നയമാറ്റം. എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ ഈ നയരേഖ മുഖ്യമന്ത്രി അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് ഇടതുമുന്നണിയിലും ചർച്ച ചെയ്തു. മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയിൽ കരട് ബിൽ വന്നപ്പോൾ പക്ഷേ CPI വിയോജിപ്പിന്റെ സ്വരമുയർത്തി. കൃഷിമന്ത്രി P. പ്രസാദ് ബില്ലിൽ ആശങ്ക മുന്നോട്ട് വെച്ചു. ഇക്കാര്യത്തിൽ കൂടുതൽ പഠനവും ചർച്ചയും ആവശ്യമെന്ന് P. പ്രസാദ് മന്ത്രിസഭായോഗത്തിൽ വ്യക്തമാക്കി. CPI നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് മന്ത്രി ആശങ്ക പങ്കുവച്ചത്.
അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു മന്ത്രിസഭാ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല. സർവകലാശാല ബില്ലിന്റെ കാര്യത്തിൽ വകുപ്പ് മന്ത്രിയുടെ അസാന്നിധ്യം കൂടി കണക്കിലെടുത്ത് ബിൽ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു. അതേസമയം സ്വകാര്യ സർവകലാശാലകൾക്ക് പരവതാനി വിരിക്കുന്ന CPMന്റെ നിലപാട് മാറ്റത്തെ പരിഹസിച്ച് പ്രതിപക്ഷം രംഗത്തു വന്നു. വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് TP ശ്രീനിവാസനോട് CPM മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. UDFന്റെ കാലത്ത് സ്വകാര്യ സർവകലാശാല ചർച്ചയ്ക്കെതിരെ CPM സമരം നടത്തുകയും അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ വൈസ് ചെയർമാനായിരുന്ന TP ശ്രീനിവാസനെ SFI തല്ലിയ സംഭവവും ഓർമ്മിപ്പിച്ചാണ് പ്രതിപക്ഷത്തിന്റെ പരിഹാസം. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പത്തനംതിട്ടയിൽ വിവാഹയാത്രാ സംഘത്തെ മർദ്ദിച്ച SIS ജിനുവിനെ സസ്പെൻഡ് ചെയ്തു. അതിക്രമം നടത്തിയ സംഘത്തിലെ മറ്റൊരു പോലീസുകാരനും സസ്പെൻഷനുണ്ട്. SI ജിനുവും സംഘവും ആളുമാറിയാണ് കുടുംബത്തെ തല്ലിയത് എന്നായിരുന്നു സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട്. സംഭവത്തിൽ ദക്ഷിണ മേഖല DIG റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. SC/ST അട്രോസിറ്റി നിയമപ്രകാരം പോലീസുകാർക്കെതിരെ കേസെടുക്കണമെന്നാണ് മർദ്ദനമേറ്റ കുടുംബം ആവശ്യപ്പെടുന്നത്. പത്തനംതിട്ടയിൽ വിവാഹ ചടങ്ങ് കഴിഞ്ഞ് മടങ്ങിയ സംഘത്തെയാണ് പോലീസ് ആക്രമിച്ചത്. സംഭവത്തിൽ പോലീസുകാർക്കെതിരെ കേസെടുത്തിരുന്നു. മുറിവേൽപ്പിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് പോലീസുകാർ മർദ്ദിച്ചതെന്ന് FIRൽ പറയുന്നു. എന്നാൽ FIRൽ ഉദ്യോഗസ്ഥരുടെ ആരുടെയും പേരില്ല. ചൊവ്വാഴ്ച രാത്രി 11 മണിയോടെ വഴിയരികിൽ വിശ്രമിക്കുകയായിരുന്ന 20ഓളം പേർ അടങ്ങുന്ന സംഘത്തെയാണ് പോലീസ് മർദ്ദിച്ചത്. സംഭവത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. പോലീസിന്റെ മർദ്ദനമേറ്റവർ ചൊവ്വാഴ്ച രാത്രി തന്നെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. തലയ്ക്കും കൈകാലുകൾക്കും പരിക്കേറ്റ ഇവരുടെ മൊഴി പത്തനംതിട്ട DYSPയുടെ നേതൃത്വത്തിൽ ജനറൽ ആശുപത്രിയിലെത്തി രേഖപ്പെടുത്തുകയും ചെയ്തു. സംഭവത്തിൽ പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിലെ SI S ജിനുവിനും സംഘത്തിനും ഗുരുതര വീഴ്ച സംഭവിച്ചു എന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുകയും ചെയ്തു. പത്തനംതിട്ടയിലെ ബാറിന് മുന്നിൽ പ്രശ്നമുണ്ടാക്കിയവരെ തേടിയാണ് പോലീസ് എത്തിയത് എന്നും എന്നാൽ ആളുമാറി വിവാഹ സംഘത്തെ ആക്രമിക്കുകയായിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്നാണ് സ്ത്രീകളടക്കമുള്ള യാത്രക്കാരുടെ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിൽ പോലീസുകാരുടെ പേര് പരാമർശിക്കാതെ സംഭവത്തിൽ FIR ഇട്ടത്. അടൂരിൽ വിവാഹാനുബന്ധ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മടങ്ങിവന്ന കോന്നി, കോട്ടയം സ്വദേശികളായ 20 സംഘത്തിന് നേരെയാണ് പോലീസ് അതിക്രമം ഉണ്ടായത്. പത്തനംതിട്ട KSRTC ബസ് സ്റ്റാൻഡിന് സമീപം വാഹനം നിർത്തി വിശ്രമിക്കുന്നതിനിടെയാണ് യാത്രക്കാരെ പോലീസ് എത്തി അകാരണമായി മർദ്ദിച്ചത്. വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. വിവാഹയാത്രാ സംഘത്തെ അകാരണമായി ആക്രമിച്ച പോലീസുകാരെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധ മാർച്ച്. പോലീസ് സ്റ്റേഷന് മുൻപിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് തടഞ്ഞു. അമൃത ന്യൂസ്, പത്തനംതിട്ട. ഡൽഹി നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. 6 മണിവരെ 60% പോളിംഗ് രേഖപ്പെടുത്തിയെന്നാണ് കണക്ക്. 70-അംഗ നിയമസഭയിലെ മുഴുവൻ സീറ്റുകളിലേക്കും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. ഇതിനിടെ എക്സിറ്റ് പോളുകൾ AAPക്ക് തിരിച്ചടി പ്രവചിക്കുന്നുണ്ട്. ശനിയാഴ്ചയാണ് വോട്ടെണ്ണൽ. കനത്ത സുരക്ഷാ സംവിധാനങ്ങളിലായിരുന്നു വോട്ടെടുപ്പ്. സീതംപൂരിൽ കള്ളവോട്ട് നടന്നുവെന്ന ആരോപണത്തിൽ AAP BJP പ്രവർത്തകർ ഏറ്റുമുട്ടി. BJP പ്രവർത്തകർ കള്ളവോട്ട് ചെയ്തു എന്നാരോപിച്ച് മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയും പോലീസും തമ്മിൽ വാക്കേറ്റമുണ്ടായി. തുടക്കത്തിൽ മന്ദഗതിയിലായിരുന്ന പോളിംഗ് ഉച്ചയോടെയാണ് ഭേദപ്പെട്ടത്. രാഷ്ട്രപതിയും കേന്ദ്രമന്ത്രിമാരും ഉൾപ്പെടെയുള്ള പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. കലാപം നടന്ന വടക്ക് കിഴക്കൻ ഡൽഹിയിലാണ് ഏറ്റവും അധികം പോളിംഗ് രേഖപ്പെടുത്തിയത്. ന്യൂനപക്ഷ വോട്ടുകൾ ഇവിടെ നിർണായകമാകും. അരവിന്ദ് കെജ്രിവാൾ നയിക്കുന്ന ആം ആദ്മി പാർട്ടി 3ാം വട്ടവും തിരിച്ചുവരാനാകുമെന്ന ആത്മവിശ്വാസത്തിലാണ്. അതേസമയം രാജ്യതലസ്ഥാനത്ത് എന്ത് വില കൊടുത്തും അധികാരം പിടിക്കണമെന്ന വാശിയിലാണ് BJPയും കോൺഗ്രസും. രാജ്യതലസ്ഥാനത്ത് ഭരണമാറ്റമെന്ന സൂചനയാണ് എക്സിറ്റ് പോളുകൾ നൽകുന്നത്. AAPയും BJPയും തമ്മിൽ ഇഞ്ചോടിഞ്ച് മത്സരം പല സർവേകളും പ്രവചിക്കുമ്പോൾ കോൺഗ്രസ് ഇത്തവണയും കാര്യമായ നേട്ടമുണ്ടാക്കില്ല എന്നാണ് പ്രവചനം. ഡൽഹിയിൽ 44 സീറ്റുകൾ വരെ BJP നേടുമെന്ന് വിവിധ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. കോൺഗ്രസും അസറുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയും പിടിക്കുന്ന വോട്ടുകൾ നിർണായകമാകും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. അനധികൃത കുടിയേറ്റക്കാരെ ഒഴിപ്പിക്കുന്നതിന്റെ ഭാഗമായി അമേരിക്ക തിരിച്ചയച്ച ഇന്ത്യക്കാർ അമൃത്സറിൽ വിമാനമിറങ്ങി. അമേരിക്കൻ സൈനിക വിമാനമായ C-17ലാണ് 13 കുട്ടികൾ ഉൾപ്പെടെയുള്ള 104-അംഗ സംഘം എത്തിയത്. അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി തിരിച്ചയക്കുന്നതിൽ അമേരിക്കയിൽ നിന്ന് ഏറ്റവും അകലെയുള്ള രാജ്യമാണ് ഇന്ത്യ.
ടെക്സസിലെ സാൻ അന്റോണിയോ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട സൈനിക വിമാനം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:59 ശ്രീ ഗുരുദാം ദാസ് ജി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തു. ഇവരിൽ 79 പേർ പുരുഷന്മാരും 25 പേർ സ്ത്രീകളുമാണ്. തിരിച്ചെത്തിയവരെ സ്വീകരിക്കാൻ വിപുലമായ ഒരുക്കങ്ങളും സുരക്ഷാ ക്രമീകരണങ്ങളുമാണ് പഞ്ചാബ് പോലീസ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. US എംബസിയുടെ പ്രതിനിധിയും വിമാനത്താവളത്തിലെത്തിയിരുന്നു. തിരിച്ചെത്തിയ 104 പേരിൽ 33 പേർ വീതം ഹരിയാന, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. പഞ്ചാബിൽ നിന്ന് 30 പേരുണ്ട്. മഹാരാഷ്ട്ര, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്ന് 3 പേർ വീതവും ചണ്ഡീഗഡിൽ നിന്ന് 2 പേരും സംഘത്തിലുണ്ട്. നേരത്തെ ആദ്യ സംഘത്തിൽ 200ഓളം ഇന്ത്യക്കാരുണ്ട് എന്നായിരുന്നു റിപ്പോർട്ട്. എന്നാൽ പിന്നീട് തിരിച്ചയച്ചവരുടെ എണ്ണം 104 എന്ന് സ്ഥിരീകരിച്ചു. തിരിച്ചെത്തിയവർ ഇന്ത്യയിലെ നിയമം ലംഘിച്ചിട്ടില്ല എന്നതിനാൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉണ്ടാകില്ലെന്ന് അധികൃതർ അറിയിച്ചു. ഇവരുടെ പക്കൽ പാസ്പോർട്ട് ഇല്ലെങ്കിൽ ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കും. ഇതാദ്യമായാണ് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിൽ നിന്നുള്ള അനധികൃത കുടിയേറ്റക്കാരെ തിരിച്ചയക്കുന്നത്. അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണ സമയത്ത് തന്നെ അമേരിക്കയിലെ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുമെന്ന് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. തുടർന്ന് ജനുവരി 20 വൈറ്റ് ഹൌസിൽ ചുമതലയേറ്റതിന് പിന്നാലെ അനധികൃത കുടിയേറ്റക്കാർക്കെതിരെ നടപടി ആരംഭിക്കുകയും ചെയ്തു. അമേരിക്ക മെക്സിക്കോ അതിർത്തിയിൽ നിന്ന് പിടികൂടിയവരെയാണ് ആദ്യഘട്ടത്തിൽ തിരിച്ചയച്ചത് എന്നാണ് ലഭിക്കുന്ന വിവരം. ന്യൂസ് ഡെസ്ക് അമൃത TV. അമ്മ അനന്തപുരിയിലേക്ക്. സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ അനുഗ്രഹ പുണ്യത്തിനൊപ്പം കൈത്താങ്ങിന്റെ വേദി കൂടിയാണ് തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം. സ്ത്രീ ശാക്തീകരണത്തിനും പ്രാധാന്യം നൽകുന്നതാണ് അമ്മയുടെ സേവന പ്രവർത്തനങ്ങൾ. അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിൽ നടക്കുന്ന തിരുവനന്തപുരം കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവം കാരുണ്യത്തിന്റെ വേദി കൂടിയാണ്. അമ്മ നേതൃത്വം നൽകുന്ന സേവന പ്രവർത്തനങ്ങളുടെ തുടർച്ചയാണ് ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവങ്ങളെന്ന് തിരുവനന്തപുരം കൈമന മാതാമൃതാനന്ദമയി മഠം മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പറഞ്ഞു. ഭാരതത്തിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഡൽഹിക്ക് അടുത്ത് ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏറ്റവും മികച്ച ഹോസ്പിറ്റൽ എറണാകുളത്ത് പ്രവർത്തിക്കുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ മികച്ച യൂണിവേഴ്സിറ്റിയിലുള്ള സ്വകാര്യ യൂണിവേഴ്സിറ്റിയിലൊന്നായിട്ടുള്ള അമൃത വിശ്വവിദ്യാപീഠം ഭാരതത്തിൽ പല ഭാഗത്തും അതിൻ്റെ ശാഖകളുണ്ട്, സെൻറ്ററുകളുണ്ട്. കോയമ്പത്തൂർ ആസ്ഥാനമാക്കി അത് പ്രവർത്തിക്കുന്നു. അപ്പം ഇങ്ങനെ എല്ലാ മേഖലകളിലും അമ്മയുടെ ഒരു സ്വാധീനം, അമ്മയുടെ സ്ഥാപനങ്ങൾ ഏറ്റവും ഭാരതത്തെ മികച്ച രാഷ്ട്രമാക്കുന്നതിന് വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. പക്ഷെ അതിലുപരിയായിട്ട് അമ്മയെപ്പോലൊരു മഹാത്മാവിന് ലോകം മുഴുവൻ ആരാധകരുണ്ട്. എല്ലാ മതവിശ്വാസങ്ങളിൽപ്പെട്ടവർ, എല്ലാ രാജ്യങ്ങളിലുള്ളവരും അമ്മയുടെ ആരാധകരായിട്ടുണ്ട്. അത് അമ്മയുടെ ആധ്യാത്മിക ശക്തി മാത്രമാണ് അമ്മയുടെ അടിസ്ഥാനമായിട്ട് നമ്മുടെ കൈമുതലായിട്ടുള്ളത്, മൂലധനമായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഭാരതത്തിൻ്റെ ഈ തലമുറകളായിട്ട് ഭാരതത്തിലുണ്ടായിരുന്ന മഹാത്മാക്കളുടെയൊക്കെ ഒരു ചൈതന്യം, അതിൻ്റെ ഒരു മൂർത്തിമത് ഭാവമാണ്. സ്നേഹം, വാത്സല്യം, കരുണ, ദയാക്ഷമ, ഇതെല്ലാം നമുക്ക് അമ്മയിൽ നേരിട്ട് ദർശിക്കാൻ സാധിക്കും. സ്ത്രീ ശാക്തീകരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലയിലെ 5000 അമൃതശ്രീ വനിതാ സ്വാശ്രയ സംഘാംഗങ്ങൾക്ക് പ്രവർത്തന മൂലധനവും സാരികളും അമ്മ വിതരണം ചെയ്യും. ദക്ഷിണ ഭാരത പര്യടനത്തിന് തുടക്കം കുറിച്ച് ഈ മാസം 8, 9 തീയതികളിലാണ് അമ്മ കൈമനം ബ്രഹ്മസ്ഥാന വാർഷിക മഹോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന്റെ ഭാഗമായി അമ്മയുടെ നേതൃത്വത്തിൽ ധ്യാനവും ഭജനയും അനുഗ്രഹ പ്രഭാഷണവും ഉണ്ടാകും. മുഴുവൻ ഭക്തർക്കും അമ്മ ദർശനവും നൽകും. വിപുലമായ തയ്യാറെടുപ്പുകളാണ് കൈമനം ബ്രഹ്മസ്ഥാനത്ത് നടക്കുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ബ്രഹ്മസ്ഥാന ക്ഷേത്ര മഹോത്സവത്തിനായി 5 വർഷങ്ങൾക്ക് ശേഷം അമ്മ തിരുവനന്തപുരത്തെത്തുന്നതിൽ സന്തോഷം പങ്കുവച്ച് കൃഷിമന്ത്രി P. പ്രസാദ്. അനേക ലക്ഷങ്ങൾക്ക് സാന്ത്വനം നൽകുന്ന മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ അഭിനന്ദനാർഹമെന്നും മന്ത്രി അമൃത വാർത്തകളോട് പറഞ്ഞു. മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ നേതൃത്വത്തിൽ 2025 ഫെബ്രുവരി 8, 9 തീയതികളിൽ ബ്രഹ്മസ്ഥാന മഹോത്സവം സംഘടിപ്പിക്കുന്നു എന്നതിൽ അങ്ങേയറ്റത്തെ സന്തോഷമുണ്ട്. മാതാ അമൃതാനന്ദമയി പങ്കെടുക്കുന്ന, ദീർഘവർഷങ്ങൾക്ക് ശേഷം പങ്കെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്സവം എന്നത് മാത്രമല്ല, ആയിരക്കണക്കായ ആളുകൾക്ക് സഹായമെത്തിക്കാൻ കഴിയുന്ന നിരവധിയായ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ഏറ്റവും പ്രത്യേകതയാർന്ന കാര്യമാണ്. അനേക ലക്ഷങ്ങൾക്ക് സാന്ത്വനവും പരിചരണവും എല്ലാം നൽകുന്ന തരത്തിൽ, അവർക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഇല്ലാത്ത തരത്തിൽ അവരെ സഹായിക്കുന്നതിന് ഉപകരിക്കുന്ന തരത്തിലും നിരവധിയായ പ്രവർത്തനങ്ങളാണ് അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതെല്ലാം അഭിനന്ദനാർഹമായ കാര്യം തന്നെയാണ്.
ഫെബ്രുവരി 8, 9 തീയതികളിൽ തിരുവനന്തപുരത്ത് കൈമനത്ത് നടക്കുന്ന ബ്രഹ്മസ്ഥാന മഹോത്സവത്തിന് ഞാനും എല്ലാവിധമായ ആശംസകളും നേരുന്നു. അമൃതാനന്ദമയി മഠത്തിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ജീവകാരുണ്യ മനുഷ്യസ്നേഹ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ് എന്ന കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം അമ്മ തിരുവനന്തപുരത്ത് എത്തുന്നത് അനേകായിരങ്ങൾക്ക് സുഹൃതമെന്ന് ഗോവ ഗവർണർ അഡ്വക്കേറ്റ് PH ശ്രീധരൻപിള്ള. സനാതന ധർമ്മ വിശ്വാസികൾക്കെല്ലാം സന്തോഷം പകർന്നു നൽകുന്ന മുഹൂർത്തമാണെന്നും ഗോവ ഗവർണർ പറഞ്ഞു. നമുക്കിടയിൽ നിന്ന് വിശ്വമാതാവായി തീർന്ന ആത്മീയ ചൈതന്യമാണ് മാതാ അമൃതാനന്ദമയി ദേവി. തിരുവനന്തപുരം നഗരത്തെ സംബന്ധിച്ചിടത്തോളം നീണ്ട 5 കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് അമ്മ ഇവിടുത്തെ ആശ്രമത്തിലേക്ക് എത്തുന്നതായി ഞാൻ അറിയുന്നത്. അമ്മയുടെ വിശ്വാസികൾ തീർച്ചയായും എപ്പോഴും അവിടേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അമ്മ ഇവിടെ വന്ന് ഈ നഗരത്തിലെ തിരുവനന്തപുരത്തെയും പ്രാന്തപ്രദേശങ്ങളിലെയും തമിഴ്നാടിൻ്റെ ചില പ്രദേശങ്ങളെയും ഒക്കെ അവിടെയുള്ള വിശ്വാസികൾക്ക് ഓടി ഇവിടെ എത്തി അമ്മയുമായി കൂടുതൽ ഇഴുകിച്ചേർന്ന് താതാത്മ്യം പ്രാപിച്ച് അമ്മയുടെ പാതാരബന്ധങ്ങൾ നമസ്കരിക്കാനുള്ള അവസരം, അമ്മയുടെ അനുഗ്രഹം നേരിട്ട് വാങ്ങാനുള്ള അവസരമാണ് ഇപ്പോൾ കരഗതമായിട്ടുള്ളത്. തീർച്ചയായും ഇതൊരു എല്ലാവർക്കും സനാതനധർമ്മ വിശ്വാസികൾക്കെല്ലാം സന്തോഷം പകർന്നു നൽകുന്ന മുഹൂർത്തമാണ്. അതിൽ തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ജനങ്ങൾ, വിശ്വാസികൾ, ആത്മീയ മേഖലയിൽ അഭിരമിക്കുന്നവർ, അവർക്കെല്ലാവരോടുമൊപ്പം ഗോവ ഗവർണർ എന്ന നിലയിൽ ഗോവയിലെ ജനങ്ങൾക്ക് വേണ്ടി ഞാനും പങ്കാളിയാവുന്നു. അമ്മയുടെ യാത്ര ഒരു വൻ വിജയമാകട്ടെ. അമ്മയിൽ നിന്നും ഇന്നത്തെ അന്ധകാരത്തിൻ്റെ അന്തരീക്ഷത്തിൽ ധാരാളം വെളിച്ചം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൻ്റെ സംഘാടകർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാനും ആ മനുഷ്യ മഹാസാഗരത്തിൻ്റെ ഭാഗമാകുന്നു. നമഃശിവായ. എല്ലാവർക്കും നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ഭാരത്. മഹാകുംഭമേളയിൽ പങ്കെടുത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രയാഗ്രാജിലെത്തിയ അദ്ദേഹം പ്രത്യേക പൂജകൾക്ക് ശേഷം ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തി. സന്യാസികളുമായും അദ്ദേഹം സംവദിച്ചു. രാവിലെ പ്രത്യേക ബോട്ടിലായിരുന്നു പ്രധാനമന്ത്രി ത്രിവേണി സംഗമത്തിൽ എത്തിയത്. തുടർന്ന് അദ്ദേഹം പുണ്യസ്നാനം നടത്തി. പാന്റും ജാക്കറ്റും ധരിച്ച് കയ്യിൽ രുദ്രാക്ഷമാലയുമായി ഗംഗാദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്നാനം നടത്തിയത്. പ്രധാനമന്ത്രിക്കൊപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും പങ്കുചേർന്നു. ഹൈന്ദവ വിശ്വാസപ്രകാരം പവിത്രമെന്ന് കരുതുന്ന ഭീഷ്മാഷ്ടമി ദിനത്തിലാണ് മോദിയുടെ പ്രയാഗ്രാജ് സന്ദർശനം. സംസ്ഥാന സർക്കാരിലെ നിരവധി മന്ത്രിമാരും പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. മഹാകുംഭമേളയുടെ ഒരുക്കങ്ങൾ മോദി വിലയിരുത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയാണ് പ്രയാഗ്രാജിൽ ഒരുക്കിയിരുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനായി കൂടുതൽ മുതിർന്ന ഉദ്യോഗസ്ഥരെ വിവിധയിടങ്ങളിലായി വിന്യസിച്ചിരുന്നു. 2019 കുംഭമേളയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തിരുന്നു. അന്ന് അദ്ദേഹം പുണ്യസ്നാനം നടത്തുകയും ആദരസൂചകമായി ശുചീകരണ തൊഴിലാളികളുടെ പാദങ്ങൾ കഴുകുകയും ചെയ്തിരുന്നു. ഇത്തവണ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പ് ദിവസമാണ് പ്രധാനമന്ത്രി പ്രയാഗ്രാജ് സന്ദർശനം നടത്തിയത് എന്നത് ശ്രദ്ധേയമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് ദിവസം കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയിൽ ധ്യാനമിരുന്നത് വാർത്താ പ്രാധാന്യം നേടിയിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ നാഗ്പൂരിൽ തുടക്കമാകും. T20 പരമ്പരയിലെ വമ്പൻ ജയത്തിന് ശേഷമാണ് ഇന്ത്യ ഏകദിന പരമ്പരയ്ക്ക് ഇറങ്ങുന്നത്. 19 ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് മുൻപ് ഇന്ത്യക്കും ഇംഗ്ലണ്ടിനും മുന്നൊരുക്കത്തിനുള്ള അവസരമാണ് ഏകദിന പരമ്പര. T20 പരമ്പര കളിച്ച ടീമിൽ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ലാതെ യാണ് ഇംഗ്ലണ്ട് ഇറങ്ങുന്നത്. എന്നാൽ T20 ടീമിൽ അടിമുടി മാറ്റവുമായാണ് ഇന്ത്യ ഇറങ്ങുന്നത്. ക്യാപ്റ്റനായി രോഹിത് ശർമ്മ ടീമിൽ തിരിച്ചെത്തുമ്പോൾ T20 ടീമിൽ ഇല്ലാതിരുന്ന വിരാട് കോഹ്ലി, ശ്രേയസ് അയ്യർ, KL രാഹുൽ, ശുഭ്മാൻ ഗിൽ എന്നിവരടങ്ങിയതാണ് ഇന്ത്യയുടെ ബാറ്റിംഗ് നിര. ഇംഗ്ലണ്ട് ബാറ്റിംഗ് നിരയിൽ ജോ റൂട്ട് തിരിച്ചെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രാധാന്യം. മിഡിൽ ഈസ്റ്റ് വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾ അമൃത ന്യൂസ് യൂട്യൂബിൽ കാണാം.